കുഞ്ഞിച്ചോ സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളുടെ സ്വന്തം എക്സ്ട്രാ കോമിക്. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് വൺ പീസിന്റെ ചാപ്റ്റർ ആയിട്ടുള്ള 1141 ബ്രീഫ് ആയിട്ടുള്ള സ്പോയിലേഴ്സ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് സബ് ചെയ്ത് വെക്കാൻ മറക്കേണ്ട. കാര്യം എല്ലാ വീക്കിലും സ്പോയിലേഴ്സ് ഇറങ്ങാൻ നേരത്ത് നമ്മൾ വളരെ ബ്രീഫ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ പേജ് ഒന്ന് ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ നിങ്ങൾ വൺ പീസ് കാണുന്ന എല്ലാ ഫ്രണ്ട്സിനും ഒന്ന് റെക്കമെൻഡ് ചെയ്യാനും മറക്കണ്ട. എങ്കിലേ നമ്മുടെ സ്ട്രെങ്ത് ഒക്കെ ഒന്ന് കൂടി വീഡിയോയ്ക്ക് ഒരു ഉഷാറാകത്തുള്ളൂ. ചാപ്റ്ററിന്റെ പേര് ഓൾഡർ വുമൺ എന്നാണ്. അതേപോലെ കവർ പേജിന്റെ അകത്ത് നമ്മുടെ ഹൂഹുവിന്റെ ഒരു ഹെഞ്ച് വാൻ നമ്മുടെ പേജ് വണ്ണിനെ എടുത്തിട്ട് ഇടിക്കുന്നുണ്ട്. ചാപ്റ്ററിന്റെ തുടക്കത്തിൽ നമ്മുടെ ആഡംസ്റ്റിയുടെ ഒരു വലിയ കഷ്ണം റിപ്ലി നമ്മുടെ ഫ്രാങ്കിനെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് പണ്ടുണ്ടായ ഒരു ലൈറ്റ്നിങ് സ്ട്രൈക്ക് കാരണം അടന്നു വീണ ഒരു കഷ്ണമാണ്. അങ്ങനെ നമ്മുടെ നാമി തിരിച്ച് വീണ്ടും ആ പാർട്ടി നടക്കുന്ന സ്ഥലത്തേക്ക് വരുന്നുണ്ട്. അവിടെ നമ്മുടെ ഉസോപ്പും ബാക്കിയുള്ളവരെല്ലാരും പാർട്ടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഉസോപ്പ് ചോദിക്കുന്നുണ്ട് ജോർഡന്റെ അടുക്കെ, അതായത് പുള്ളിക്കാരന് ഏത് തരത്തിലുള്ള വുമൺസിനാണ് ഇഷ്ടമെന്ന്. പുള്ളിക്കാരൻ പറയുന്നത് ഓൾഡർ വുമൺ എന്നാണ്. ഹോളി നൈറ്റ്സ് കാരണം കുറച്ചധികം ജയന്റ് വാരിയേഴ്സിന് പരിക്ക് പറ്റിയായിരുന്നല്ലോ, അവരെ നമ്മുടെ ഗർഡ് ട്രീറ്റ് ചെയ്യുന്നുണ്ട്. അതേസമയം ഗർഡ് നമ്മുടെ റോഡിനെ വലിച്ചിട്ടിടിക്കുന്നുണ്ട്. കാര്യം പുള്ളിക്കാരുടെ മനസ്സിൽ ഈ ഗർഡ് കാരണമാണ് ഇതൊക്കെ ഉണ്ടായത്. നാമി തിരിച്ചു പോയെങ്കിലും ലൂഫി സോറും കൂടെ അണ്ടർവേൾഡിലേക്ക് എത്തിയിട്ടുണ്ട്. അവരിങ്ങനെ ആലോചിക്കുന്നുണ്ട്, അതായത് ലോക്കിനെ അഴിച്ചു വിടണമെന്ന്. അവസാനം അവരത് തീരുമാനിക്കുകയും ചെയ്യും. ലൂഫിയും സോറയും കൂടെ നമ്മുടെ ലോക്കിനെ റിലീസ് ചെയ്യാൻ പോകുകയാണെന്ന് അറിഞ്ഞ ഹജറുദ്ദീനും പുള്ളിക്കാരുടെ ക്രൂമേറ്റ്സും എല്ലാരും കൂടെ അവിടേക്ക് റഷ് ചെയ്ത് വരുന്നുണ്ട്. പക്ഷെ അവർ വന്നപ്പോ താമസിച്ചു പോയി. കാര്യം ലോക്കി അങ്ങനെ റിലീസ് ആയിട്ടുണ്ട്. ലോക്കിയുടെ റിലീസും കാണിച്ചുകൊണ്ടാണ് ഈ ഒരു ചാപ്റ്റർ ഇവിടെ അവസാനിക്കുന്നത്. എന്തായാലും നെക്സ്റ്റ് വീട്ടിൽ ബ്രേക്ക് ഒന്നും ഇല്ല. ഇത് വളരെ ബ്രീഫ് ആയുള്ള സ്പോയിലേഴ്സ് ആണെന്ന് ഞാൻ ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ ചാപ്റ്റർ റിലീസ് ആയതിനു ശേഷം മാത്രമേ നിങ്ങൾ ആ ചാപ്റ്റർ ജഡ്ജ് ചെയ്യാൻ പാടുള്ളൂ. ആ ചാപ്റ്ററിന്റെ എക്സ്പ്ലനേഷൻ നമ്മൾ എന്തായാലും റിലീസ് ചെയ്യുന്നുണ്ട്. അതിനുവേണ്ടി നമ്മുടെ പേജ് നിങ്ങൾ ഇപ്പൊ തന്നെ ഒന്ന് സബ് ചെയ്ത് വെച്ചേക്ക്.